പറയൂ. അത് ഞാൻ അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളിൽ എനിക്ക് ഒരു വിശ്വസിക്കാൻ എന്തോ ഒരു പ്രയാസം, എന്താന്ന് അറിയില്ല. അത് എന്ന് വെച്ചാല് എനിക്കിവിടെ അടുത്തൊരു തമിഴ്നാട് ഫാമിലി ഉണ്ട് താമസം. അപ്പൊ അവര് ഹസ്ബൻഡും വൈഫും ഏജ് ആയി. ആന്റിക്ക് ഒരു 63-64 വയസ്സുണ്ട്, അങ്കിൾ ഒരു 70. അപ്പൊ അവരെപ്പോഴും പാല് മണിക്കാൻ വീടിന്റെ ഫ്രണ്ടിലൂടെ പോവാറുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ പോകുമ്പോ പെട്ടെന്ന് അതിന്റെ തലേന്ന് ദിവസം എന്നെ വിളിച്ചു. ഇതുപോലെ അവരെന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പച്ചക്കറി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ കൊടുക്കുവോ, അവരെന്തെങ്കിലുമൊക്കെ എനിക്ക് തരും. അപ്പൊ അങ്ങനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, കവിത ഇതുപോലെ കുറച്ച് ബുക്സ് ഉണ്ട് ഇവിടെ. അവരെ ഈ അങ്കിളിന്റെ അമ്മ അവര് ഉപയോഗിച്ച ഇതുണ്ട്, എന്താ സുന്ദരകാന്ഡം, ഭഗവത്ഗീത, പിന്നെ എനിക്ക് അറിയാത്തൊരു 5-6 തമിഴിലാന്ന് അവർ പറഞ്ഞു, എനിക്കത് മനസ്സിലായിട്ടില്ല. ഒരു ഗ്രന്ഥങ്ങൾ അവര് വിളക്ക് പൂജിക്കുന്ന അവിടെ വെച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളായതെല്ലാം ഒരു 6-7 പുസ്തകങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് കവിത ഉപയോഗിക്കുന്നില്ലെങ്കിൽ, കവിതയ്ക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ കവിത ഇത് ആർക്കെങ്കിലും കൊടുത്തോ, ലൈബ്രറിയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ വരുമ്പോ അവർ എനിക്കൊരു ബിഗ് ഷോപ്പറിൽ ഇതുപോലെ ഇതെല്ലാം കൊണ്ട് തന്നു പാലിന് പോകുമ്പോ. അപ്പം എനിക്ക് ഭയങ്കര, കാരണം വെച്ചാൽ ഇത് ഞാനിപ്പം ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് കണ്ടപ്പോഴ്, എനിക്ക് കിട്ടിയപ്പം എനിക്ക് എങ്ങനെങ്കിലും അതിലൊരു ശ്ലോകമെങ്കിലും വായിക്കാനുള്ള തമിഴ് പഠിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. കാരണം എനിക്ക് തമിഴ് സംസാരിക്കാൻ കുറച്ചൊക്കെ അറിയാം, പക്ഷെ അക്ഷരങ്ങൾ അങ്ങനെ കൂട്ടി വായിക്കാൻ അക്ഷരങ്ങൾ അറിയില്ല. അതൊക്കെ കുറച്ച് അറിയാം എന്നല്ലാണ്ട്. അപ്പം എന്നിട്ട് ഞാൻ ആന്റിനോട് പറഞ്ഞു, എനിക്ക് ആന്റി എന്തായാലും എനിക്ക് ഇത് പറഞ്ഞു തരണം, മെസ്സേജിലോ അല്ലെ ടെസ്റ്റ്. അവരെനിക്ക് അതുപോലെ തമിഴ് ഇതുപോലെ വാട്സാപ്പിൽ അയച്ചു തരും, അവര് ഓരോന്ന് പഠിപ്പിക്കും. അപ്പൊ ഞാനതിങ്ങനെ കുറേശ്ശെ അക്ഷരങ്ങൾ പഠിക്കുന്നത്. അപ്പം അത് എനിക്ക് എന്താന്നറിയില്ല, എന്നിലുണ്ടായ എന്തുകൊണ്ടാണ് എനിക്ക് അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് എനിക്ക് തരാത്ത കാര്യം പെട്ടെന്ന് ഇങ്ങനെ ഞാനിത് തുടങ്ങിയപ്പോ അവരറിയില്ല, ഒരു കാര്യം അവരറിയില്ല. അപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്? അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇതോട് കൂടുതൽ ഞാൻ ഇങ്ങനെ അത് എന്റെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിച്ചതാണോ, അവരെ കൊണ്ട് തോന്നിപ്പിച്ചതാണോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നുക. എന്തുകൊണ്ടാണ് എന്നൊരു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ എന്തോ ഒരു മാറ്റം എന്റെ ഉള്ളിലും വരുന്നുണ്ട്. അത് ഒരു സത്സംഗം, അതായത് അങ്ങനെയുള്ള നല്ലൊരു വ്യക്തികളുമായിട്ടുള്ള കൂട്ട് എനിക്ക് വന്നതുകൊണ്ട് അവരിൽ നിന്നും അത് കിട്ടുന്നു. അപ്പൊ നമ്മൾ എവിടെയാണോ നെഗറ്റീവായി അങ്ങനെ പോവാതെ ഏറ്റവും നല്ലതിനെ തേടി പോകുമ്പം നല്ലത് നമ്മളെയും തേടി വരുന്നു. അവരിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ജീവൻ കുറച്ച് ഭയങ്കര ഈശ്വരം നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവരിലും എന്നിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവരെ കൊണ്ട് അത് ചെയ്യിച്ചത് എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ അതുപോലെ ഇപ്പം എനിക്ക് വീട്ടിലെന്ന് വെച്ചാല് വലിയ വീടൊക്കെ വലുതാണെങ്കിലും സൗകര്യങ്ങൾ കുറവാ. എന്താ വെച്ചാൽ ബെഡ് കാര്യങ്ങളൊക്കെ 2 റൂമിലേക്ക് അത്യാവശ്യം വാങ്ങിയതേ ഉള്ളൂ, ബാക്കിയൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, അവർ നല്ല ഏജ് അവരാണ്. അപ്പൊ ഞാൻ കിടക്കുന്ന റൂമില് ബെഡില് അവരാ കട്ടില് കിടക്കും, അവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ളതുകൊണ്ട് അവരവിടെ കിടക്കും. അപ്പൊ വേറെ റൂമുണ്ട്. അപ്പൊ എന്റെ അച്ഛനും കൂടെ വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും മക്കള് ഹാളിലാണ് കിടക്കുക. അച്ഛനെ കിടത്താൻ പോകാൻ പറ്റില്ലല്ലോ. അച്ഛനെ ഞങ്ങളെ റൂമിലും ബെഡിൽ കിടക്കും, അപ്പുറത്ത് അവരും കിടക്കും. 2 റൂമിലായിട്ട് അവരെ കിടക്കും. അപ്പം ഒരു ചെറിയൊരു നമ്മുടെ ഈ ക്യാമ്പിനൊക്കെയുള്ള ഫോൾഡ് ചെയ്യുന്ന ചെറിയ ബെഡില്ലേ, NSS ക്യാമ്പിനൊക്കെയുള്ള കുഞ്ഞ്, അപ്പൊ ആ ഒരു ബെഡ് ഉണ്ട്. അപ്പൊ ആ ഒരു ബെഡ് ഇട്ടിട്ട് അതിൽ ഷീറ്റ് ഇട്ടിട്ട് ഞാനും മക്കളും കിടക്കും. കുഞ്ഞുമോള് നടുക്കും കിടക്കും, മോനെ അപ്പുറത്തും കിടക്കും ഇപ്പുറത്തും കിടക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ വെച്ചാല് ഇത് ടൈലിലോട്ട് ഞാനങ്ങ് പോവും, തണുപ്പടിക്കും. കാരണം അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് സാരമില്ല, നമ്മള് അവരെ വയസ്സായവരല്ല. അങ്ങനെ ഞാൻ ചില സമയം ആദ്യമൊക്കെ എനിക്ക് തോന്നും, ഈശ്വര നമുക്ക് മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ ഒക്കെ തോന്നുമായിരുന്നു പണ്ട് ആദ്യകാലത്തൊക്കെ. ഇപ്പൊ ഞാൻ വിചാരിക്കും, അതിനെന്താ വയസ്സായവര്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ പണ്ട് കിടന്നതും കിടത്തൊക്കെ ഓർക്കും, എവിടെയാ ഞാൻ ഉണ്ടായത്, ഇതൊക്കെ എനിക്കിപ്പൊ കിട്ടിയതല്ലേ, അതൊക്കെ ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഇവര് പോകുമ്പോ പാല് പോകുമ്പോ എന്നോട് പറയാം, കവിത ഇവരെന്ന് വെച്ചാല് മോൻ അമേരിക്കയിലാ, ഒരു മോനേ ഉള്ളൂ. അപ്പൊ ഒരു 5-6 മാസം അവന്റെ കൂടെ പോയി നിൽക്കും. പിന്നെ ഇവർക്ക് പുട്ടപ്പറത്തിയില് ഉണ്ട് വീട്, അവിടെ പോയി നിൽക്കും. ആവടി, അമ്പത്തൂര്, ചെന്നൈയിലും ഉണ്ട്. അപ്പൊ ഇവര് ഇവിടെ നിൽക്കും, ഇങ്ങനെ ഇടക്കിടക്ക് പോകും. 3-4 മാസം ഇവിടെ നിന്നാല് അങ്ങനെയൊക്കെയാ. അപ്പൊ എന്നോട് പറഞ്ഞു, കവിത ഒരു നല്ല കുറെ കാർപ്പറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങള്. ഒരു ഹിന്ദിക്കാര് വന്നപ്പോ നല്ല കാർപ്പറ്റാണ്, നമുക്ക് ആരെങ്കിലും വന്നാൽ കിടക്കാനും ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നല്ല ഹാളിലിടാൻ പറ്റുന്നതാന്ന് പറഞ്ഞു. കവിത വന്ന് നോക്കി ഇഷ്ടപ്പെട്ടത് എടുത്തോന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ ആന്റിന്ന് പറഞ്ഞു, ഞാൻ പോയിട്ട് അത് കണ്ടു. 2 കളറിൽ എടുത്തു. അപ്പൊ അത് കൊണ്ടുവന്ന് ഇതിന്റെ പറഞ്ഞില്ല, അപ്പൊ വന്ന് കിടക്കാനും ഉപയോഗിക്കാലോ. അപ്പൊ അവരത് തന്ന് ഞാനത് വെച്ച് പിറ്റേ രാത്രി കിടന്നു. നല്ല ചൂട്, നല്ല
നല്ല സുഖത്തിൽ കിടന്നുറങ്ങിയപ്പോ ഞാൻ ചിന്തിച്ചു, നമ്മൾ എവിടെയാണോ നമ്മൾ മറ്റുള്ളവർക്കോ ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്താലും നമ്മളെ കുറച്ച് സഹിച്ചാലും നമുക്ക് എപ്പോഴും മറ്റൊന്ന് നമുക്ക് തരും എന്നുള്ള ഒരു മനസ്സിലൊരു ഇതൊക്കെ എനിക്ക് കിട്ടുമ്പോഴ് എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ചെയ്ത ഗുണം കൊണ്ടാണോ, ഞാൻ ചെയ്ത കർമ്മം നല്ലതായതുകൊണ്ടാണോ അത് അവരിലൂടെ എന്നിലേക്ക് വരുന്നതെന്നോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു. അത് ശരിക്കും എന്താണ് മാഷ്ക്ക് എന്താ പറയാനല്ലേ? എപ്പോഴും അങ്ങനെ നമ്മൾ ആരുടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാണ്ടും ഒന്നും വിചാരിച്ചിട്ടല്ലോ അന്ന് കവിത എൻ്റെ അടുത്തേക്ക് വന്നത്. അല്ല അതെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന കുറേ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമ്മുടെ തോന്നലിലൂടെയും, അതാണ് സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ അമേരിക്കയിൽ ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഇംഗ്ലീഷ് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള അവിടുത്തെ നാട്ടുകാരൻ, ഞാനിങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് ബുക്കില്ലല്ലോ ഭഗവത്ഗീതയുടെ എന്ന് പറഞ്ഞത്, അയാള് ആരോ പറയുന്ന കേട്ട് ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഡോറ് തുറന്ന് എൻ്റെ ഭാര്യ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകമാണ് ഒന്ന് ഗിഫ്റ്റ് ചെയ്തു ആ സമയത്ത്. അവർക്കെല്ലാം ഇങ്ങനെ അത്ഭുതമായിരുന്നു എങ്ങനെയാണ് നടക്കണേന്ന്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിച്ചാൽ അതിന്റെ റിഫ്ലക്ഷൻസ്, അതിന്റെ മാറ്റങ്ങൾ പല ഭാഗത്തും ഉണ്ടാവും. എനിക്കൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇങ്ങനെ പലരും തന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഈ 5ാമത്തെ വേദം എന്ന് പറയുന്ന വേദമാണ് തിരുക്കുറൽ. എല്ലാവരുടെ വീട്ടിലും സാധാരണ ഭഗവത്ഗീത നമ്മൾ വെക്കുന്നത് പോലെ തമിഴന്മാര് വെക്കുന്നതാണ് തിരുക്കുറൽ. തിരുക്കുറലൊക്കെ പണ്ടേ ആരോ തന്നിട്ടുണ്ട് എനിക്ക്. അടുത്ത കാലത്ത് മധുരയിൽ ഒരു പ്രൊഫസറെ കാണാൻ പോയ സമയത്ത് അയാൾ കുറേ പുസ്തകമുണ്ട്, അത് ഫുൾ പാക്ക് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് തരട്ടെ. ഞാൻ പറഞ്ഞ പോലെ 1 or 2 ഞാൻ എടുക്കാന്ന് പറഞ്ഞു, ബാക്കി പിന്നെ എപ്പോഴെങ്കിലും പാക്ക് ചെയ്തെടുക്കാന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. അപ്പൊ നമുക്ക് ഉപയോഗമില്ല, വാർക്ക ഉപയോഗിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ ജനങ്ങളുണ്ട് ഈ ലോകത്ത്. അത് നമുക്ക് വേണ്ടിയായിട്ട് നമ്മൾ സെൽഫിഷ് ആയിട്ട് ആലോചിച്ചാൽ നമുക്കത് കിട്ടില്ല. മനസ്സിലായി? അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടെന്ന് തോന്നുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല ശരിക്കും. അതിനേക്കാളും പ്രശ്നമുള്ള കുറെ ജനങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഒരു വലിയ സംഭവമേ അല്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ആ ഒരു മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി, നമുക്കതിന്റെ ഗുണം ഉണ്ടാവും. ഇപ്പൊ നമ്മള് വ്രതം എടുക്കുന്നത്, ഭക്ഷണം ഇല്ലാത്ത സമയത്ത് വ്രതം എടുക്കുന്നത് എല്ലാ പിച്ചക്കാരും അങ്ങനെയല്ലേ? എല്ലാ ദരിദ്രവാസികളും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നില്ല, അത് വ്രതാക്കാറില്ലല്ലോ നമ്മള്. നമുക്ക് ഉണ്ടായിട്ട് കഴിക്കാണ്ടിരിക്കാനുള്ളൊരു മനസ്സുണ്ടാവുമ്പോഴാണ് വ്രതം എന്ന് പറയാം. അപ്പൊ അതിന് മനസ്സാണ് പ്രാധാന്യം, ബാക്കി എല്ലാത്തിനേക്കാളും കൂടുതൽ മനസ്സാണ്. ആ മനസ്സ് നന്നാവുമ്പോൾ ബാക്കി എല്ലാം നമുക്ക് സപ്പോർട്ടീവായിട്ട് നമ്മൾ ഭവിക്കും. അതാണ് എനിക്കങ്ങനെ മാറ്റാണ്, എനിക്കറിയാം. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കവിത ബാക്കി എല്ലാരെയും കണ്ട പോലെ അല്ല ഞാൻ തന്നെ കണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറയുമ്പോഴും ഒക്കെ തനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല ഞാൻ എന്താ ഇങ്ങനെ പറയണെന്ന്? ഉണ്ടായിരുന്നോ ഇല്ലയോ? എല്ലാരും അതുപോലെ താൻ എന്തൊക്കെയോ ചോദിക്കാൻ വന്നിട്ട് ഒന്നും ചോദിക്കാണ്ട് പോയാലും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പലതും പറഞ്ഞിട്ടില്ല, ഞാൻ കുറച്ചേ പറഞ്ഞിട്ട് ഒരു 1/4 ഭാഗമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു മാഷെ എനിക്ക് തിരിച്ചു വരണമെന്നുണ്ട്, കുറച്ചും കൂടെ സംസാരിച്ച് മതിയായിട്ടില്ല, എനിക്ക് ഇനിയും പറയാനുണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതുപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോ എനിക്ക് നല്ല എന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല 5 മണിക്ക് അലാറം വെച്ചാൽ ചിലപ്പോ 2:50, 3 മണിക്കൊക്കെ എണീക്കും. എണീച്ചു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് ഓരോ ദിവസവും ഒരു വലിയൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നാളെ ഒരു വിവാഹമുള്ളൊരു കുട്ടി തലേദിവസം കിടന്നുറങ്ങുമോ സുഖമായിട്ട് പോത്തുപോലെ? അപ്പൊ വലിയ കാര്യം നാളെ നടക്കാനുണ്ട് എന്ന് തോന്നല് എല്ലാ ദിവസവും വലിയ കാര്യം നടക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കുന്ന ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. എത്രയോ വലിയ കാര്യങ്ങൾ ഓരോ ദിവസവും ചെറിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത് ലോകത്തിൽ വലിയ സംഭവങ്ങളായിട്ട് മാറും. അതാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് പണ്ട് ഫിലോസഫിയിൽ പറയാറുണ്ട്. ഒരു ചെറിയ പൂമ്പാറ്റയുടെ ഈ ചിറക് ഇങ്ങനെ അനങ്ങുമ്പോൾ ആ പ്രതലത്തിലുണ്ടാവുന്ന ചെറിയ ഇളക്കുണ്ടല്ലോ, അത് പ്രളയങ്ങൾ പോലും ഉണ്ടാക്കാൻ വേണമെങ്കിൽ അപ്പൊ നമ്മൾ ചെറിയ സംഭവം എന്ന് വിചാരിക്കുന്നത് വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അത് ചെറിയ സംഭവം അല്ല, അതിൽ നമ്മുടെ മനസ്സെന്താണ് എന്നാണ് അറിയേണ്ടത്.
അപ്പോൾ നമ്മളെ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, മോക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം ചത്ത് കഴിഞ്ഞിട്ട് കിട്ടാനുള്ളതല്ല. നമ്മൾ ജീവിക്കുന്ന ഓരോ സമയവും നമ്മൾ ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് അയ്യോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നാളെ തോന്നുന്നില്ല എന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചെയ്യുന്നതൊക്കെ നല്ല മാർഗവും നല്ല വാക്കും നല്ല പ്രസക്തിയും നല്ല കർമ്മവും നല്ല ഭഗവാനുമായിട്ട് അടുപ്പിക്കാനും ഉള്ള സംഭവങ്ങളായിട്ട് മാറും. അപ്പൊ അതാണ് കവിതയിൽ നടക്കുന്നത്. അതെ, എനിക്ക് അത് നന്നായിട്ട് എനിക്ക് എന്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ അത് നമ്മളെ കാണുന്ന എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല. ചിലരിലുണ്ടാവും, ചില സമയത്തുണ്ടാവും, ചില കാലത്തുണ്ടാവും, ചില സമയം ഉണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവും. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ഒരു 5 മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കും. എനിക്ക് കുറ്റം വെറുതെ ഇരിക്കാറില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്റെ തോട്ടമായാലും അതായാലും എന്തായാലും. പക്ഷെ എനിക്കെന്താ പറയുന്നത്, പക്ഷെ നമ്മൾ എന്ത് ചോദിക്കാം, എവിടെ നമുക്ക് എന്ത് ചോദിക്കാം, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ. അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അഥവാ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കാവോ അങ്ങനെ തോന്നും. ഞാൻ ചോദിക്കണം എന്നല്ലേ ആദ്യം തോന്നുന്നത്. അതെ, പിന്നല്ലേ അത് ചോദിക്കാമോ എന്ന് തോന്നുന്നത്. അതെ, ചോദിക്കണം എന്ന് തോന്നുന്നത് മനസ്സാണ് പറയുന്നത്. അതെ, ഇത് ചോദിക്കാമോ എന്ന് തോന്നിക്കുന്നത് ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധിയല്ല നമ്മളോട് അടുത്ത് നിൽക്കുന്നത്, എപ്പോഴും മനസ്സാ നമ്മളോട് അടുത്ത് നിൽക്കുന്നത്. ഞാൻ ആ പൂവിന്റെ കാര്യം ചോദിച്ചതില്ലേ, അപ്പൊ അത് എന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ കാലമായിട്ട്, അത് ചിലപ്പം എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തോന്നുമായിരിക്കും. ഞാൻ അല്ല, നമ്മള് ലോകത്തില് കുറേ ആൾക്കാർ ജീവിച്ചിരിപ്പില്ലേ, എല്ലാരും സ്പിരിച്വൽ ആയിട്ടാണ് ജനിക്കുന്നത്. അവരൊന്നും സ്പിരിച്വൽ ആവണമെന്നില്ല നാളെ. അതുപോലെ ഓരോ ചെടിയും വളരുമ്പോൾ ആ ചെടി എന്ന് പറയുന്ന ആ ഒരു ചെടിക്ക് വലിയ കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല. ഓരോ പൂവിൻ്റെയും ഏറ്റവും അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് വലിയ ആൾക്കാരുടെ പിന്നെ വീട്ടിൽ പൂജാമുറിയിൽ ഉണ്ടാവുക, ക്ഷേത്രത്തിൽ പൂജാമുറിയിൽ ഉണ്ടാവുക, ആരുടെയെങ്കിലും ഒരു കുട്ടിയുടെ അത് പറിച്ചിട്ടൊന്ന് മണപ്പിക്കുമ്പോഴല്ലേ ആ പൂവിന്റെ ഗുണം ബാക്കിയുള്ളവർ അറിയുന്നുള്ളൂ. അങ്ങനെ എല്ലാ പൂക്കളും എല്ലാവരും മണക്കണം എന്നില്ല. പക്ഷേ അതിലുണ്ടാവുന്ന ചെറിയൊരു പരാഗരേണു ഏതെങ്കിലും ഒരു പൂമ്പാറ്റി എടുത്ത് വേറെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി അത് വേറൊരു പൂവായി മാറി. അപ്പൊ ഈ ജന്മം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും എൻ്റെ കുട്ടികള്, എൻ്റെ അടുത്ത ജന്മത്തിലുള്ളവര്, അവർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവാനുള്ളൊരു മാർഗമായാൽ മതി. നമ്മളിപ്പം എല്ലാ ചെടികളും എല്ലാ മാവയും എല്ലാ മാങ്ങയും നമ്മൾ ഉപയോഗിക്കണം എന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മാങ്ങ ചിലപ്പം അത് ചെറുപ്പത്തിലേ അതിൻ്റെ ചെറുതാവുമ്പോഴേ അതിനെ കട്ട് ചെയ്ത് അച്ചാറിട്ടിട്ട് ആ മാവിൻ്റെ ഉള്ളിലുള്ള കുരുവാണ് നാളെ വലിയ മാവാണുള്ളത്. അപ്പൊ ആ മാവയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. പക്ഷെ അതേ മാവിലുള്ള ഏതോ ഒരു മാങ്ങ നമ്മൾ ഉപയോഗിക്കാത്തത് ഏതോ ഒരു അണ്ണാർക്കണ്ണൻ ഉപയോഗിച്ച് എവിടെയോ കൊണ്ടിട്ട് അവിടെ വളർന്നിട്ട് അത് വലിയ മാവായിട്ട് മാറും. അപ്പൊ ചിലതിന് ചില കർമ്മങ്ങളുണ്ട്, ചിലതിന് ചില കർമ്മങ്ങളുണ്ട്. അത് വരുന്നത് പോലെ വരും, അത്രേ നോക്കണ്ടു നമ്മൾ. പിന്നെ ഉള്ളത് നമ്മൾ ചിലപ്പോ പറയേ ആവശ്യത്തിന് മാത്രം മതി. ഒരു കൂട്ടുകെട്ടിന്റെയാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു നിനക്കെന്താ ആവശ്യത്തിന് മാത്രം പോരെ, ആവശ്യം ഉണ്ടെങ്കിലല്ലേ വിളിക്കൂ, ആവശ്യം ഉണ്ടെങ്കിലല്ലേ. അപ്പോഴും നമ്മളെ ഒരു എന്താ പറയാ, എപ്പോഴും നമുക്ക് എല്ലാം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. എല്ലാം ഇപ്പൊ കൂട്ടായിരിക്കും, എന്ത് തന്നെയായിരിക്കും നമുക്ക് അതെപ്പോഴും നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി മാച്ച് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അടുത്ത് പെരുമാറുക. അത് ഭംഗി നോക്കിയിട്ടാവണമെന്നില്ല, സ്നേഹം നോക്കിയിട്ടാവണമെന്നില്ല, ബുദ്ധി നോക്കിയിട്ടാവണമെന്നില്ല, നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാവണമെന്നില്ല, നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഏതോ ഒരു പങ്ക് എവിടെയൊക്കെയോ ഉള്ളത് കൊണ്ടാണ് ഒരാളുമായിട്ട് നമ്മൾ അടുക്കുന്നത്. അത് ചിലപ്പം വലിയ ബുദ്ധിയുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കണം തോന്നും, പക്ഷെ അയാൾ ഒരു മുരടനാന്ന് വിചാരിക്കും, സംസാരിക്കാൻ തോന്നില്ല. നമ്മൾ വലിയ സിനിമാ നടന്മാരെ കാണുമ്പോൾ ഒന്ന് തൊടണം തോന്നും. തൊട്ടത് കൊണ്ട് വലിയ ഗുണമുണ്ടായിട്ടൊന്നുമല്ല, അയാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല. അതേ സമയത്ത് ഇപ്പൊ ശങ്കരാചാര്യരെ നോക്കുമ്പോൾ നമുക്ക് അയാൾ സ്പിരിച്വാലിറ്റി ഉള്ളത് കൊണ്ടാണോ ബുദ്ധി ഉള്ളത് കൊണ്ടാണോ ഒന്നും ആലോചിക്കാറില്ല. നല്ല ഭംഗിയുള്ള ഒരാളെ കാണുമ്പോൾ തൊടണം തോന്നും, അയാൾക്ക് ബുദ്ധിയേ ഉണ്ടാവില്ല ചിലപ്പം. അപ്പൊ ഇതിൽ ഏതോ ഒന്ന് ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഇതിൽ ഏതോ ഒന്ന് നമ്മളുമായിട്ട് മാച്ച് ഉണ്ടാവുമ്പോൾ നമുക്കൊന്ന് അടുക്കണം തോന്നും. അതിൽ 2 or 3 ഭാഗങ്ങൾ അടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് അടുക്കും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാരോടും എല്ലാ തരത്തിലും എല്ലായ്പ്പോഴും പെരുമാറാൻ പറ്റണമെന്നില്ല. ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ 4 സീറ്റ് ഉണ്ടാവുമ്പോ
അതിലിരിക്കേണ്ട വേറൊരാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഇരിക്കണം തോന്നും ചിലപ്പോൾ. അതേ സമയത്ത് ചിലപ്പോൾ തോന്നും ഒറ്റ സീറ്റിലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരാളും നന്നാവില്ലല്ലോ എന്ന് തോന്നും. ഇനി നമ്മളൊരു കാലി സീറ്റിൽ പോയി ഇരുന്നിട്ട് നമ്മളടുത്ത് ആരെങ്കിലും വന്നിരുന്നു എന്ന് വിചാരിക്കേ, അയാളെ നമുക്ക് പരിചയമൊന്നും ഉണ്ടാവണമെന്നില്ല, ഇയാൾ ഇരിക്കണ്ടായിരുന്നു നമുക്ക് തോന്നാറില്ലേ? ഇല്ലേ? അത് എന്തുകൊണ്ടാ? നമ്മുടെയൊക്കെ ഉള്ളില് ഒരു ബയോറിതം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി അറിയാതെ മാച്ച് ആവും. ആ മാച്ച് ആവുമ്പോഴാണ് കൂടെ ഉണ്ടാവണം, സംസാരിക്കണം, വിളിക്കണം, പറയണം, കാണണം എന്നൊക്കെ തോന്നുന്നത്. ഇപ്പം നമ്മളിപ്പം മാഷടുത്തേക്ക് ഞാൻ വന്നു, ഈ ഓറ എന്ന് പറയുന്നത് അതാണ് ഈ പറഞ്ഞതാണ് ഓറ. ഞാൻ ഇത്രയും സമയം പറഞ്ഞതാണ് ഓറ. അതെ അതെ, അത് കാണാൻ പറ്റുമോ? മാഷ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും? നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. പറ്റുമല്ലേ? ഇത് കംപ്ലീറ്റ് അല്ലാതെ കാണാൻ പറ്റും? ഒരാൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും? അതൊക്കെ ഓരോ സമയവും ടൈമും നിശ്ചയിച്ചിട്ടൊക്കെ അതിനനുസരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാം ആവണമെന്നില്ല. അത് അളക്കാനുള്ള മെഷർമെന്റ് ഒക്കെ ഉണ്ട് എന്റെ കയ്യിൽ. ഞാനും ഒന്ന് കണ്ടു, അത് മാഷ് ഒരു പഴയ ഇന്റർവ്യൂല്. അതെ, പഴയ ഇന്റർവ്യൂല് അതൊക്കെ ഉപയോഗിച്ച് മെഷർ ചെയ്തിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലാണ്ടും പറ്റും. അതെല്ലേ, ഞാൻ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഇയാൾക്ക് സ്നേഹമാണ് വേണ്ടത്, ഇയാൾക്ക് ബുദ്ധിയാണ് വേണ്ടത്, ഇയാൾക്ക് അറിവാണ് വേണ്ടത്, ഇയാൾക്കൊരു തലോടലാ വേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ. ആ തോന്നുന്നതൊക്കെ ഈ ഓറയുടെ മെഷർമെന്റ്സ് ആണ്. അപ്പൊ ഇനി ഇതൊക്കെയായിരുന്നു എന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് കാര്യം എനിക്ക് കിട്ടിയതാണ് ഞാൻ പറയാൻ വേണ്ടിട്ട് വന്നത്. അത് ഭയങ്കരമായിട്ട് ഭയങ്കര കാരണം ഉണ്ടല്ലോ, അപ്പോഴെനിക്ക് അവരോട് ആ സന്തോഷം എങ്ങനെ എന്താ. അല്ല, അത് നിങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ള ആളായിരിക്കും, പക്ഷെ അതിന് ആ സമയത്തെ അത് വരുള്ളൂ. അതിനൊരു കാലവും നമ്മൾ സാധാരണ ജാതകത്തിലൊക്കെ പറയാനുള്ളത് ഈ ബയോറിതം നോക്കിയിട്ടും കാലം പറയും. ഇന്ന ദശയിൽ മാത്രമല്ലേ പൂമ്പാറ്റയ്ക്ക് പറക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് അത് പ്യൂപ്പയും ലാർവയൊക്കെ ആകുമ്പോൾ പറക്കില്ലല്ലോ. അപ്പൊ എല്ലാത്തിനും ഒരു കാലമുണ്ട്, ഒരു ദശയുണ്ട്. പിന്നെ ഇനി നമുക്ക് ക്ലാസ്സിൽ മാഷോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തോന്നുന്നത്. അത് പിന്നെ ഈ കൺട്രോള്, വേർപാട്, മരണം, ബന്ധം, ഇതൊക്കെ ആ ഒരു നമുക്ക് അതൊക്കെ അന്നേരത്തെ ക്ലാസ്സിൽ. പിന്നെ നമുക്ക് ചില ശബ്ദത്തോടെ ഈ അരോചകം, ദേഷ്യം, അതൊക്കെ നമ്മൾ നമുക്ക് എല്ലാത്തിലും ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി മാച്ച് ഇല്ലാത്തപ്പോ ഇതൊക്കെ മിസ്മാച്ച് ആയിട്ട് തോന്നും. അതൊക്കെ നമുക്ക് ചില സമയത്ത് വല്ലാണ്ട് തുപ്പുക, വല്ലാണ്ട് ഒച്ചയാക്കുക, ഇതൊക്കെ നമുക്ക് ദേഷ്യം വരും. പക്ഷെ കൺട്രോൾ ചെയ്യാം, എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ കേൾക്കാണ്ടിരുന്നാൽ പോലെ. നമ്മളിപ്പം സിറ്റിയിൽ പോകുന്ന സമയത്ത് എത്രയോ ആൾക്കാരുടെ ശബ്ദമുണ്ട്, നമ്മൾ അതൊന്നും കേൾക്കാറില്ലല്ലോ. അതേ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് കൂടെ കൈപിടിച്ച് നടക്കുന്ന ആൾ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. ബാക്കി നിശബ്ദമായതുകൊണ്ടൊന്നല്ല കേൾക്കണത്, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോയാൽ മതി. ഇമോഷൻസ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാം. എല്ലാ ഇമോഷൻസും നമുക്ക് കൺട്രോൾ വേണമെന്നില്ല. എല്ലാം അത് വേണ്ടെന്നല്ല പറഞ്ഞത്, കൺട്രോൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്. പക്ഷെ അറിയാതെ നമുക്ക് ദേഷ്യം വന്നാൽ ഉടനെ അത് ഇല്ലാണ്ടാക്കാൻ പറ്റണം. അത് തന്നെ മനസ്സിൽ വിചാരിച്ച് കുറെ സമയം പോകാണ്ടിരുന്നാൽ മതി. അതെപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഓരോ സമയത്തും ഇപ്പം മക്കളോട് ദേഷ്യം പിടിക്കുന്നത് ചിലപ്പം ഒരാളുടെ മുമ്പിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുക. ഇപ്പൊ നിങ്ങൾ വഴക്ക് കൂടാന്നിരിക്കും, മക്കളും അമ്മയും ഒക്കെ. നിങ്ങൾക്ക് ബഹുമാനിക്കുന്ന ഒരാൾ വീട്ടിൽ വരുമ്പോ ഒന്നും ഇല്ലാത്ത പോലെ പെരുമാറൂലേ? എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. പക്ഷെ അതാണ് ചില സമയത്ത് അത് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ എല്ലാ മനുഷ്യന്മാർക്കും ഈ വികാരങ്ങൾ ഇല്ലെങ്കിൽ ദുഃഖം ഇല്ലെങ്കിൽ പിന്നെ സന്തോഷം ഉണ്ടാവില്ല, ദേഷ്യം ഇല്ലെങ്കിൽ പിന്നെ സ്നേഹം ഉണ്ടാവില്ല. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് തെറ്റൊന്നല്ല. പക്ഷെ അത് സ്ഥിരമായിട്ട് മനസ്സിൽ വെച്ചിട്ട് നമ്മളെ ദുഷിപ്പിക്കുമ്പോഴാണ് മോശം. അതാണ്. പിന്നെ ഈ വേർപാട് എന്നൊക്കെ പറയുമ്പം നമുക്ക് ഇപ്പൊ എനിക്ക് ആ വേർപാട് അറിയില്ല. എന്റെ ബന്ധം, എന്റെ സ്വന്തം എല്ലാം എനിക്ക് ചുറ്റുമുണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ അമ്മ, അച്ഛൻ ഇവരൊക്കെ ഇല്ലാണ്ടായി കഴിയുമ്പോ അവര് വേദനിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ഇതൊക്കെ നമ്മള് താത്വികമായിട്ട് അറിയേണ്ടത് ആരും നമ്മുടെ കൂടെ ഇല്ല, നമ്മളും നമ്മുടെ കൂടെ ഇല്ല, ഏത് സമയവും നമ്മൾ പോവാം. അപ്പൊ ഈ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. അത് നമുക്ക് കൺട്രോൾ. അതൊക്കെ ഞാനിങ്ങനെ ഇപ്പൊ അതൊക്കെ അവരെ വിഷമം കാണുമ്പോൾ നമ്മളിലേക്ക് വരും. അല്ല, അത് അവർക്ക് വേറെ ബാക്കി ലോകത്തിൽ ആരും അവരുടെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. ദുഃഖം കൂടുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഒരു വളരെ സെൽഫിഷ് ആയിട്ട് ഒരാളുടെ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് ജീവിതത്തിൽ ആലോചിക്കുമ്പോൾ അയാൾ പോകുമ്പോ വേറെ ആരും ഇല്ലാന്ന് തോന്നും. എനിക്ക് കുറേ പേരുണ്ടെന്ന് തോന്നിയാൽ പോരെ, അപ്പൊ പിന്നെന്താ പ്രശ്നം? വിശാലമായിട്ട് അതെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, ലോകത്തില് ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് ലോകത്ത്. പിന്നെ ഒരു ചെറിയൊരു ഡൗട്ട്.
ഇപ്പൊ ഞാൻ എന്റെ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവരെനിക്ക് എപ്പോഴും ഇങ്ങനെ ട്രീറ്റ് ചെയ്യും, കൂട്ടി കൊണ്ടുപോകും. അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്താ വെച്ചാൽ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ ഒരു വിഷമം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്നും അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അല്ല, നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന ആളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. അവർക്ക് എത്ര കാശ് കൊടുത്താലും വേറെടുത്തത് കിട്ടാത്തതുകൊണ്ടാണ് അത് പിന്നെ ഇയാളെ കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കതൊരു വിഷമം. ഞാൻ അല്ല, കൊടുക്കാൻ അത് ആ പറ്റുന്നില്ലല്ലോ. സന്തോഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മളൊക്കെ പിന്നെ പലരുടെയും പിന്നെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് പോയ സമയത്ത് എൻ്റെ ഒരു പ്രോഗ്രാം 10-20 പേര് പങ്കെടുത്തു. ആ വീട്, അവരുടെ ഭക്ഷണം, എല്ലാ അറേഞ്ച്മെന്റും ചെയ്തത് ഒരാളാണ്. അയാൾ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് എന്നോടുള്ള ഒരു സന്തോഷവും എന്നോടുള്ള ബഹുമാനവും, ഞാൻ വിളിക്കുന്ന ആർക്കും അത് കഴിഞ്ഞ് അവസാനം വരുമ്പോൾ പറഞ്ഞ് തിരുവനന്തപുരത്ത് എപ്പോൾ വന്നാലും എവിടെ ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ ഒക്കെ ചിലവ് അയാളായിരിക്കും, എത്ര ആൾക്കാരെ വേണമെങ്കിലും. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് ഗുണമുണ്ടാവുമെന്ന് അയാൾക്ക് തോന്നുന്നതുകൊണ്ടാണ്. നമ്മളിപ്പം ഭഗവാന്മാരുടെ അടുത്ത് കുറേ പിന്നെ പൈസ കൊടുക്കുന്നു, ഡൊണേഷൻ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറേ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു. എന്തിനാ കൊടുക്കണേ? കുറേ പേർക്ക് അന്നദാനം കൊടുക്കുന്നു. എന്തിനാ കൊടുക്കണേ? അത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമാണ് അവരുടെ സന്തോഷം. അപ്പൊ അത് ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? എനിക്ക് കുറെ പേർക്ക് ഭക്ഷണം കൊടുക്കണം ഉച്ചക്ക് എന്ന് ആഗ്രഹിക്കുന്നു, അത് മേടിക്കാൻ ആരെങ്കിലും വേണ്ടേ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് അവർക്ക്, അത് നമ്മൾ ആ കണ്ടീഷനിലാണ്. എൻ്റെ അടുത്ത് നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. ഞാനിത് പിന്നെ ഇപ്പം അങ്ങനെ ഒരു തോന്നലോടുകൂടി നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഇന്നിപ്പോൾ എനിക്കൊരു കോൾ, ഇപ്പം കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നത് തൂത്തുക്കുടിയിലുള്ള ഒരു കോളേജിൽ ക്ലാസ് എടുക്കണം. ഉടനെ അയാൾ ചോദിച്ചത് എത്ര റുപ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ടാണ് ക്ലാസ് എടുക്കാറ്. അല്ല, ഞങ്ങൾക്ക് പ്രൊവിഷൻ ഉണ്ട് തരാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ ആർക്കും കൊടുത്തോ വേറെ. അപ്പം ഞാൻ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണല്ലോ എനിക്ക് വേറെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവുക. നമ്മൾ ഒരു വെണ്ടയ്ക്കാണെങ്കിൽ ഒരു വെണ്ടക്ക, കുറച്ച് വെള്ളമാണെങ്കിൽ വെള്ളം, ആ നല്ല ദാഹമുള്ള ഒരാൾക്ക് അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരാൾ ബിരിയാണി മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും വിലയുണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിന്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു ഫ്ലോ, ഒരു പൈപ്പ്, ആരെങ്കിലും തരുന്നത് ഇതുവഴി അങ്ങോട്ട് പോകുന്നു, വേറെ എവിടെയെങ്കിലും പോകുന്നു, ഇതുവഴി ഇങ്ങനെ പോകുന്നു. നമ്മളതിൻ്റെയൊക്കെ സാക്ഷികളായിട്ടിരുന്നാൽ പിന്നെ അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വളരെ സ്വാർത്ഥന്മാരായിട്ടുള്ള, അവനവന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന അത്തരം കുറേ വ്യക്തികളുണ്ട് ഈ ലോകത്ത്. അവരല്ലാതിരുന്നാൽ തന്നെ നമ്മൾ വളരെ സന്തോഷവാന്മാരാവും. ആ സന്തോഷം കണ്ടെത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അത് പങ്കുവെക്കുന്നതിലും കുഴപ്പമില്ല. ഇപ്പൊ കുറേ ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കും, ഓരോ ഈ ബഹ്റൈനൊക്കെ വിളിക്കുന്നവരും കുവൈത്തിൽ നിന്ന്, അരമണിക്കൂറായില്ലേ, എത്ര പൈസ അയക്കേണ്ടത്, അരമണിക്കൂറിന് എത്രയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? മനസ്സിലായോ? ഓരോ സമയവും കാശല്ലേ. നമ്മൾ വെറുതെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഏതൊരു MBBS ഡോക്ടറെ അടുത്തോ MD ഡോക്ടറെ അടുത്തേക്കാളും ഒരു 10 മടങ്ങ് ക്വാളിഫിക്കേഷനുള്ള ഒരാളല്ലേ ഞാൻ. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറിന്റെ അടുത്തിട്ട് കാശ് കൊടുത്തിട്ടല്ലേ പോയിരിക്കണേ? ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ആരോടെങ്കിലും പറയാറുണ്ടോ ഇത്ര റുപ്യ GPay അടച്ചിട്ട് വരണമെന്ന്? അങ്ങനെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അങ്ങനെ കൊടുത്തിട്ടും കുറേ കാശ് ചെലവാക്കിയതിന് ശേഷം എന്നെ കാണുന്നവരാണ് പലരും. അപ്പൊ അവർ ആദ്യം ചോദിക്കുന്നത് അതാണ്. അപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പൊ അതിനെപ്പറ്റിയൊന്നും ബോധറേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ. അപ്പൊ ഇനി അടുത്ത ഇതിൽ കാണാം. പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ ഞാനുണ്ടല്ലോ, അത് അറിയാതെ ആ പാട്ട് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേ അത് അങ്ങനെയല്ല, ആ പാട്ടുകളോട് ഇഷ്ടം കൊണ്ടപ്പോ അതിലിട്ടു. അല്ല, എന്താ വെച്ചാൽ ഞാൻ ഫോർവേഡ് ഉള്ള ഒരു സംഭവം ആരെങ്കിലും എവിടുന്നെങ്കിലും, അങ്ങനെ ലോകത്തിൽ ലക്ഷക്കണക്കിനുണ്ട്. ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു അത് പഠിച്ചിട്ട് അതിനകത്തൊരു കഥ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ ഇയാൾ പഠിച്ച കാര്യമാണ് പറയണത്, ഇയാളുമായിട്ട് ബന്ധമുണ്ട്. വെറുതെ ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കാറില്ല. അപ്പൊ എല്ലാരും തുടങ്ങും, പിന്നെ പലരെയും മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങും. അതൊന്നും നമുക്കൊരു ബാധകമുള്ള സംഭവം. അതുപോലെ ഞാൻ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നേ, ജ്ഞാനത്തിലേക്കുള്ള എന്റെ യാത്ര എന്ന് പറഞ്ഞിട്ട് ഞാനൊരു, അതൊക്കെ എഴുതണം, അത് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, അതൊക്കെ എഴുതണം. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ പുതുതായി വരുന്നതല്ലേ, ഒരു യാത്ര ചെറിയൊരു വിവരണം പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ
മാഷിനെ കൊണ്ടുപോയതും ആ നടുവില് ജ്ഞാനത്തിന് ചുറ്റും മരങ്ങളും എല്ലാം കുറച്ച് എന്റെ ഓർമ്മയിലെല്ലാം ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതുണ്ട്. പക്ഷെ എന്താ പറയണ്ടേ, എനിക്ക് എന്താ പറയണ്ട, എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ഇപ്പൊ ഞാൻ എഴുതി കാണാൻ ഞാൻ വന്നതും തളിപ്പറമ്പ് നിന്ന് കുടിയാമല ബസ് കയറി ടിക്കറ്റ് തന്നപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞു നടുവിൽ ഹൈസ്കൂൾ സ്റ്റോപ്പ് എത്തുമ്പോൾ ഒന്ന് പറയണേ, ഒരു സ്ഥലത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത ജ്ഞാനത്തെ കുറിച്ചും മാഷയെ കുറിച്ചും ചിന്തിച്ച് യാത്ര തുടർന്നു. അങ്ങനെ എഴുതി. പക്ഷെ അത് എവിടെയെങ്കിലും എനിക്ക് എന്താ പറയാ അക്ഷരം അതെല്ലാം അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചാലേ ഒരുപാട് എനിക്ക് ഇങ്ങനെ ഇത് പറഞ്ഞു തീർക്കേണ്ടതല്ല. പക്ഷെ ഞാൻ ഹൃദയം നിറഞ്ഞു എന്ന് അറിയില്ലേ, ഞാൻ ഒന്നുമല്ലാത്തിരുന്ന പോലെ ഞാനിപ്പോ എന്തൊക്കെയോ ആയിട്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനർജി മാറ്റം ഉണ്ടാവും. നമ്മള് ഫിസിക്കലായിട്ട് മാത്രം വളർന്നാ പോരല്ലോ, ഭയങ്കര മെന്റലി ഭയങ്കര. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതിയോ, പകൽ ഉറങ്ങുന്നില്ല. 5 മണിക്കൂറൊക്കെ 5 മണിക്കൂറാകുമ്പോ എഴുന്നേക്കും. അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാ. പണ്ടേ ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. ഇപ്പം എന്ന് വെച്ചാ ഭയങ്കരം എല്ലാം അത്രക്കും. അപ്പൊ ഞാൻ എന്താ പറയാ, അപ്പൊ ഞാനുണ്ടല്ലോ ഇതിനിടെ അടുത്തൊരു അമ്മമ്മയുണ്ട്, കുഞ്ഞിപ്പാറു എന്നാ പേര്. ഞാൻ അടക്കാമ്മ കാണുന്ന അമ്മമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മമ്മയോട് വർത്താനം പറയുമ്പോ അമ്മമ്മ ഈ കടാങ്കോട്ട് മാക്കത്തിന്റെ ഇതില്ലേ, കടാങ്കോട്ട് മാക്കത്തിന്റെ ഒരു ഇതുണ്ട്, തോറ്റം പോലെ ഇങ്ങനെ ചൊല്ലുന്ന പാട്ട്, തോറ്റം പോലെ കടാങ്കോട്ട് അന്ന തറവാട്ടില് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് പാടിത്തന്നു. ഞാൻ അത് റെക്കോർഡ് ചെയ്തിനി. പക്ഷെ അമ്മമ്മ അന്നേരം പറയാ, മോളെ ഇത് ഞാൻ മറന്നുപോയി മോളെ എനിക്ക് ബുക്ക് വാങ്ങിക്കൊണ്ട് തരുവാ, ഞാനിത് പാടിയിട്ട് ഞാൻ പാടിത്തരാന്ന് പറഞ്ഞു. ബുക്ക് കിട്ടിയിട്ടില്ല. കടാങ്കോട്ട് മാക്കത്തിന്റെ ബുക്ക് വാങ്ങിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ചാനൽ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇങ്ങനത്തെ നമ്മുടെ നാട് നശിച്ചു പോയതോ അല്ലെങ്കിൽ പഴയ അമ്മമ്മമാര് പാടുന്നതോ ഇങ്ങനത്തെ ഇല്ലേ തോറ്റപ്പാട്ട്, ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഇടാന്ന് വിചാരിക്കുന്നു. അവരെ കൊണ്ട് തന്നെ പാടിപ്പിച്ച് അവരുടെ അടുത്ത് പോയിട്ട് അങ്ങനത്തത്. പിന്നെ അതേപോലെ ഇനി വരാൻ പോകുന്നത് പൂരത്തിന്, എന്തിനാ ഈ പൂരം കാമനെ ഒരുക്കുന്നതും ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങോട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ പാട്ടുണ്ട്. ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങള് നമ്മുടെ നാട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഇതില്ലേ, അതൊക്കെ അവരെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കാന്നൊക്കെ ഇങ്ങനെ ചിന്തയുണ്ട്. ഞാൻ എന്റെ കൊണ്ടൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് ചെറിയൊരു പാട്ടിന്റെ ഒരു വോയിസ് ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിന്. അത് ഞാൻ മാഷ്ക്ക് ഇപ്പൊ ഇടാം, ചെറുതായിട്ടേ ഉള്ളൂ. ഞാൻ ഇനി പോയിട്ട് ആ ബുക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് വേണം. ഞാൻ പറയുന്നത്, ഞാൻ പണ്ടേ കവിതയോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു റെക്കോർഡിംഗ് അടക്കം ജിമേറ്റ് വിളിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും അത് ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്റെ ഭാഗം. പക്ഷെ എല്ലാ സംഭവവും എപ്പോഴും ഇങ്ങനെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതിന് പകരം ഒരു ഗൂഗിൾ മീറ്റ് വിളിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. അങ്ങനെ പലപ്പോഴായിട്ട് ചെയ്തതുകൊണ്ടാണ് കവിതയൊക്കെ എൻ്റെ അടുത്ത് ഇപ്പം കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സമയവും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കവിതയോട് സംസാരിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്വാർത്ഥതയാണ് അവിടെ കാണുന്നത്. അത് കവിതയും കൂടി മുഖം കാണിച്ച് നേരെ ജിമീറ്റ് വിളിച്ച് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗുണപ്രദമാകും. എപ്പോഴും അങ്ങനെയാണ്. ഈ കുംഭം 10-നാണ് ഇവിടെ കടാങ്കോട്ട് മാക്കുള്ള കുഞ്ഞുമംഗലത്ത് കുംഭം 10-ന് ഇന്നിപ്പോ ആവാനായി. അപ്പൊ അതിന് മുന്നേ കൊടുത്ത് അത് പഠിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായി. കിട്ടിയില്ല, ബുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് മാഷെ ആദിപരാശക്തി എനിക്ക് മാഷെ അതൊന്ന് വായിക്കണം എന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഇതില്ലേ ഗ്രാൻഡ്മ, അതും കൂടെ എനിക്ക് മാഷെ എന്താ മാഷെ അത് എപ്പോഴെങ്കിലും അത് വേണം. അപ്പൊ ശരി മാഷെ, എന്നാ ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇടും. ആയിക്കോട്ടെ മാഷെ, ശരി. നമസ്തേ. ജ്ഞാനത്തിലേക്കുള്ള എൻ്റെ യാത്ര എന്ന് കേൾക്കുമ്പോൾ ദൂരയാത്രയെന്ന് തോന്നാം. എന്നാൽ ഇതങ്ങനെയല്ല. വീട്ടിൽ നിന്നും വെറും 1.5 മണിക്കൂർ ദൂരം മാത്രം. ഒരു മുന്നൊരുക്കവുമില്ലാതെ തലേ ദിവസം തീരുമാനിച്ചു. പിറ്റേ ദിവസം മക്കളെ സ്കൂളിൽ വിട്ട് ഞാൻ ഇറങ്ങി. ആരോടും പറയാൻ നിന്നില്ല. എൻ്റെ വണ്ടിയിൽ സന്തോഷത്തോടെ യാത്ര തുടങ്ങി. ഒരേ ഒരു ലക്ഷ്യം, കേട്ട ശബ്ദത്തെ കാണുക, അറിയുക. ഇതിനു മുമ്പ് പോകാത്ത വഴിയായിരുന്നു. എങ്കിലും എവിടെ നിന്ന്, എങ്ങനെ, എവിടേക്ക് പോകണം എന്ന് വ്യക്തമായി മെസ്സേജ് അയച്ചു തന്നിരുന്നു. അങ്ങനെ തളിപ്പറമ്പിൽ നിന്ന് കുടിയാൻമല ബസ് കയറി. 2ാമത്തെ സീറ്റിൽ വിൻഡോ സൈഡിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്നു. ടിക്കറ്റ് എടുത്തു. നടുവിൽ ഹൈസ്കൂൾ സ്റ്റോപ്പ് എന്ന് പ്രത്യേകം പറഞ്ഞു. 28 രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി. സ്റ്റോപ്പ് എത്തുമ്പോൾ പറയണേ എന്നും പറഞ്ഞു. പുറംകാഴ്ചകൾ ഓരോന്നോരോന്നായി കണ്ട് യാത്ര തുടർന്നു. പരിചയമില്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് ഓരോന്നും കൗതുകത്തോടെ ആസ്വദിച്ചിരുന്നു. പെട്ടെന്നുള്ള ബെല്ലടി കേട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അതെ, സ്റ്റോപ്പ് എത്തി, കണ്ടക്ടർ പറഞ്ഞു.
വലതുവശത്ത് സ്കൂൾ ബോർഡ് കണ്ടു. ഞാൻ വേഗം ബസ്സിൽ നിന്നിറങ്ങി. ഒരു പരിചയവുമില്ലാത്ത ആ സ്ഥലത്ത് മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു കുട്ടിയെ കണ്ടു. മോളെ, ഡോക്ടർ TP ശശികുമാർജിയുടെ ജ്ഞാനം വീട് എവിടെയാണ്? കുട്ടി പറഞ്ഞു. നേരെ മുന്നോട്ട് പോയി ഒരു സൈക്കിൾ ഷോപ്പിന് മുന്നിൽ നിന്ന് ഇടത്തേക്ക് പോയാൽ ജ്ഞാനം എത്തും. എന്റെ നടത്തത്തിന് വേഗത കൂടി. റോഡിൽ നിന്ന് 2 വീട് കഴിഞ്ഞാൽ ജ്ഞാനമായി. പെട്ടെന്ന് തന്നെ എന്റെ ശ്രദ്ധയിൽ നിറയെ വലിയ മരങ്ങളുള്ള പഴമ നഷ്ടപ്പെട്ടില്ലാത്ത ഒരു തറവാട് കണ്ടു. നടുമുറ്റത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഉമ്മറത്തെ കസേരയിൽ ചാരിയിരിക്കുന്ന നല്ല തേജസ്സുള്ള ആ മുഖം ഞാൻ കണ്ടു. ഇളം നീല നിറത്തിലുള്ള വസ്ത്രവും വെളുത്ത മുടിയും താടിയും. നീലാകാശത്ത് വെണ്മക എങ്ങനെയോ അതുപോലെയായിരുന്നു ആ കാഴ്ച എനിക്ക്. മുറ്റത്തെ പൈപ്പിൽ നിന്ന് കൈ കഴുകി എന്നെ വരൂ കവിത എന്ന് പറഞ്ഞ് നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് അകത്തേക്ക് ക്ഷണിച്ചത്. മുമ്പ് കാണാത്ത ഒരാളാണെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായില്ല. ഒരു മഹാനായ പണ്ഡിതന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ എനിക്കായില്ല. നടുവിലെ ജ്ഞാനത്തിന്റെ പഴമയും ചരിത്രവും ഒക്കെ വിവരിച്ചു തന്നു. കുട്ടിലകം, പടിഞ്ഞെറ്റിക, സ്ത്രീകൾക്കായുള്ള പ്രത്യേക മുറി, അറകൾ, പത്തായം, അടുക്കള, കുട്ടികളുടെ ക്യാമ്പ് നടക്കുന്ന ഇടം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വൈവിധ്യമാർന്ന വസ്ത്രാഭരണ ശേഖരങ്ങൾ, പുസ്തകങ്ങൾ, അങ്ങനെ എല്ലാം സന്തോഷത്തോടെ പരിചയപ്പെടുത്തി തന്നു. അതിനിടയിൽ എന്റെ ഭൂതകാലം കുറച്ചു പറഞ്ഞിരുന്നു. അതൊക്കെ വിട്ട് സന്തോഷമുള്ള നല്ല കാര്യങ്ങൾ പിന്നീട് സംസാരിച്ചു. പിന്നെ പല സംശയങ്ങളും ഞാൻ ചോദിച്ചു തുടങ്ങി. വിഷയങ്ങൾ മാറി മാറി വന്നു. അറിവിന്റെ ഒരു അറ തുറന്ന പോലെ എന്തിനും ഏതിനും മാഷിന്റെ കയ്യിൽ ഉത്തരമുണ്ട്. ഉമ്മറത്ത് നിന്ന് മാഷിന്റെ കൂടെ ട്രീ ഹൗസ് കാണാൻ പോയി. പോകുന്ന വഴിയിൽ ജ്ഞാനം വീടിന്റെ ചുമരിൽ ഒരു നല്ല ചിത്രകാരന്റെ കരവിരുതിൽ തീർന്ന മനോഹരമായ രൂപങ്ങൾ കണ്ടു. ട്രീ ഹൗസിന്റെ മുകളിൽ നിന്ന് പുഴയും ഇളയമ്മയുടെ വീടും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവെച്ച് താഴെ ഇറങ്ങി. ചെറിയൊരു കയ്യാല കയറി പറമ്പിലൂടെ നടന്നു. ആ പിച്ചെടിയുടെ ചുവട്ടിലെത്തിയപ്പോൾ വടികൊണ്ട് കിട്ടിയ അടിയുടെ വേദനയും, പിന്നീട് തൊട്ടപ്പുറത്തെ വലിയ മാവിൻ ചുവട്ടിലെത്തിയപ്പോൾ പുളിമാമ്പഴത്തിന്റെ മണവും രുചിയും ഓർത്തെടുത്തു. അവിടെ നിന്ന് കാണാവുന്ന സ്കൂളും മാഷിന്റെ പഴയ കല്ലുപണിയുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ ഒരിടവും മകന്റെ കല്യാണ സമയത്ത് പണിത ചെറിയ ഭോജനശാലകളും ഒക്കെ കണ്ടു തിരിച്ചു മുറ്റത്തെത്തി. തുളസിത്തറയും ചെമ്പരത്തിയും മുറ്റത്തിന്റെ സൈഡിലായിട്ടുണ്ട്. സംസാരത്തിനിടയിൽ എത്രയെത്ര ശ്ലോകങ്ങൾ, സുഭാഷിതങ്ങൾ മുത്തുപൊഴിയുന്ന പോലെയായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. ഏകദേശം 3 മണിക്കൂറാകുന്നു ജ്ഞാനത്തിലെത്തിയിട്ട്. മക്കൾ സ്കൂൾ വിട്ടെത്തുമ്പോഴേക്കും എത്തേണ്ടത് കൊണ്ട് മാഷോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിലാക്കാൻ മാഷ് കൂടെ വന്നു. നടുവിൽ ബസ് സ്റ്റോപ്പ് വരെ മാഷിന്റെ കൂടെ ജ്ഞാനത്തോട് യാത്ര പറഞ്ഞു. പക്ഷേ ജ്ഞാനം എന്നോട് യാത്ര പറയാൻ പറ്റാതെ എന്റെ കൂടെ പോയി. തിരിച്ച് വീടെത്തും വരെ ജ്ഞാനവും മാഷും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നു. ഈ കാലത്തിനിടയിൽ എനിക്ക് കിട്ടിയിട്ടില്ലാത്ത സ്നേഹം, നെറുകയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ച ആ ജ്ഞാനം, അതാണ് ഭഗവാൻ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാജ്ഞാനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ.